അങ്ങനെ ഹോട്ടൽ ടാസ്കിന്റെ രണ്ടാമത്തെ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കി ചാലഞ്ച് 2 വിൻ ചെയ്തിരിക്കുന്നത് ജിൻഡോയുടെ ഡെൻ ടീമാണ്. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിലെ ഹോട്ടൽ ടാസ്ക് വൻ പരാജയമായിരുന്നു. പവർ ടീമിനെ കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് തന്നെ അക്കാര്യം പറയുകയും ചെയ്തു. എന്നാൽ ഈ ഹോട്ടൽ ടാസ്ക് പരാജയമായതിനു പിന്നിൽ പവർ ടീം മാത്രമാണോ? ഒരിക്കലുമല്ല, എല്ലാ കണ്ടസ്റ്റന്റ്സും ഉണ്ടായിരുന്നു. പവർ ടീമിന് ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ പവർ ടീം പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല എന്നൊരു നിലപാടായിരുന്നു. എന്നാൽ ആകെ വൃത്തിക്ക് ഈ ടാസ്ക് ചെയ്തത് ജിൻഡോയുടെ ടീമായ ഡെൻ മാത്രമാണ്. അർജുൻ, ശ്രീതു, ജിൻഡോ ഇവര് 3 പേരും അവർക്ക് കൊടുത്ത ടാസ്ക് വൃത്തിയായി തന്നെ ചെയ്തു. അങ്ങനെ ടാസ്ക് അവസാനിക്കുമ്പോൾ സാബുമോനും ശ്വേതയും എല്ലാരെയും വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ഡെൻ ടീമിലെ ജിൻഡോയെ തന്നെയാണ്. ഹൗസ് കീപ്പിംഗ് ആയിരുന്നു ജിൻഡോയ്ക്കും ടീമിനും ഇന്നലെ കൊടുത്തിരുന്നത്. അത് വളരെ വൃത്തിയായിട്ട് തന്നെ ജിൻഡോ ചെയ്തെന്നും ഒരു ജോലി ഏൽപ്പിച്ചാൽ അത്ര ഭംഗിയായി തന്നെ ജിൻഡോ അത് ചെയ്തു തീർക്കുന്നുണ്ടെന്നും സാബു പറയുകയുണ്ടായി. അതോടൊപ്പം ഡയമണ്ട് സംരക്ഷിക്കാൻ ശ്വേത ജിൻഡോയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെ ഭംഗിയായി തന്നെ ജിൻഡോ ചെയ്തു. ജിൻഡോയെ പ്രശംസിക്കുമ്പോൾ മറ്റാർക്കും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. ജിൻഡോ വളരെ നന്നായി ടാസ്ക് ചെയ്തിട്ടും ജിൻഡോയെ അതിലൊരു മത്സരാർത്ഥി പോലും അഭിനന്ദിക്കുന്നത് കണ്ടില്ല. എന്നാൽ വന്ന ഗസ്റ്റ് തന്നെ ജിൻഡോയെ ഇത്രത്തോളം അഭിനന്ദിക്കുമ്പോൾ ഓരോ ആൾക്കാരുടെയും മുഖം കാണേണ്ടത് തന്നെയായിരുന്നു. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് ടീമിലാണെങ്കിലും ആ ടീമിൽ ഒരു വിശ്വാസം വെക്കുക, പരസ്പരം വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ടും ടീമിൽ നിന്നുകൊണ്ട് നമ്മളെ ആരെങ്കിലും ചതിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ കാണുന്നുണ്ടാവും. അവർക്കുള്ളത് പ്രേക്ഷകരുടെ കയ്യിൽ നിന്നും കിട്ടും എന്നും ആരെയൊക്കെ ആക്കി സാബുമോൻ പറയുന്നുണ്ടായിരുന്നു. പവർ ടീമിനെ കുറിച്ചും ഇവര് പറയുന്നുണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഹോട്ടൽ ഉടമകളെയാണ് കാണാൻ സാധിച്ചത്. ഇത്രയും സീരിയസ് ആയിട്ട് ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഹോട്ടൽ പൂട്ടിപ്പോകും എന്നാണ് സാബു ശ്വേതയും പറഞ്ഞത്. അൻസിബ ഫുൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു എന്നും ശ്വേതയൊക്കെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ നോറയുടെയും റസ്മിന്റെയും പെർഫോമൻസിനെ അവർ അഭിനന്ദിക്കുന്നുമുണ്ട്. സിജോ, ശ്രീരേഖ, ജാസ്മിൻ ഇവരുടെ ടീമിന് മുഴുവൻ ലഭിക്കുന്ന കോയിൻസ് 305 ആണ്. ജിൻഡോയുടെ ടീമിന് 485 കോയിൻസുമാണ് ലഭിക്കുന്നത്. അങ്ങനെ ജിൻഡോയുടെ ടീമായ ഡെന്നും പവർ ടീമും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക. പ്രമോയില് അവർ തമ്മിലുള്ള ടാസ്ക് നമ്മൾ കണ്ടിരുന്നു. ജിൻഡോയുടെ ടീമായ ഡെൻ തന്നെ ആയിരിക്കും ടാസ്ക് വിജയിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ.